Good evening. Good evening, ma'am. ഭാവന പ്രേയറിന് റെഡിയാണോ ഭാവന? മാം ഒരു മിനിറ്റ്. ഓക്കെ. Good evening, ma'am. Good evening, Safia. Okay. Okay. Start ചെയ്തോളൂ ഭാവന. Bless my heart and bless my home, bless my day and bless my night. Thank you for the moon and sun. Thank you for the trees and birds. Thank you for food and shelter. Thank you God for everything. Okay ഭാവന. Then നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മൾ എന്തായിരുന്നു സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റ് 4 ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കുറെ നാളായി നമ്മൾ കണ്ടിട്ടല്ലേ? അപ്പൊ എന്തായിരുന്നു സെൽഫ് കൺസ്ട്രക്ഷൻ? ഓർക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു? കുട്ടികൾ എന്താണ് ഒരു കംപ്ലീഷന് വേണ്ടിയാണ് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഓരോ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട് അല്ലെ? ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? കൂടുതൽ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ അവരെന്ത് നേടുന്നുണ്ട്? എന്താണ്? അവർ സ്വയം ഡെവലപ്പ് ആകുകയും പിന്നെന്താണ്? അവന്റെ കഴിവുകളെ അവൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ? കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്താണ്? അവന്റെ കഴിവുകൾ അവൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കുട്ടികൾ സ്വയം ഡെവലപ്ഡ് ആകുന്നുണ്ട്. ഓക്കെ, പിന്നെന്തായിരുന്നു പറഞ്ഞത്? അതിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന 2 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബന്റ് മൈൻഡ് അല്ലെ? സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ, ഒരു ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങളെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടാനായിട്ട് ഈ സെൻസിറ്റീവ് പീരീഡ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ദെൻ സെൻസിറ്റീവ് പീരീഡ് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തത് ആരായിരുന്നു? ഡച്ച് ബയോളജിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡിവ്രൈസ് ആണ് അല്ലേ? അദ്ദേഹമാണ് സെൻസിറ്റീവ് പീരീഡ് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തത്. എന്തിലായിരുന്നു നോട്ടീസ് ചെയ്തത്? ഒരു ബട്ടർഫ്ലൈയിലായിരുന്നു അല്ലേ? ബട്ടർഫ്ലൈസ് എങ്ങനെയാണ്? ബട്ടർഫ്ലൈസിന് പലതരം സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജസിലും ബട്ടർഫ്ലൈന്റെ നീഡ് എന്ന് പറയുന്നത് അല്ലെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ മരിയ മോണ്ടിസോറി പറയുന്നു കുട്ടികളിലും എന്താണ്? ഇതേ സ്വഭാവം തന്നെയാണ്. റൈറ്റ്, കുട്ടികൾ എന്താണ്? ഓരോ സ്റ്റേജസിലും, ഓരോ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവരുടെ താല്പര്യം എന്താണ്? മാറിക്കൊണ്ടിരിക്കും അല്ലേ? ചിലപ്പോ എന്താണ്? കളികളിൽ ഏർപ്പെടുന്ന കുട്ടികളുണ്ട് അല്ലെ? ഇമിറ്റേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മുതിർന്നു കഴിയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് മാറിയിട്ട് മറ്റൊരു താല്പര്യം, ഒന്നില്ലെങ്കിൽ എന്താണ് അത് ഡിസപ്പിയർ ആകുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു ഹോബീസ് ആയിട്ട് മാറുകയോ മറ്റൊരു ഹോബീസ് ആയിട്ട് മാറുകയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെന്തായിരുന്നു അതിൽ പറഞ്ഞത്? മോണ്ടിസോറി പറയുന്നത് എന്താണ്? 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് പറയുന്നത് അല്ലെ? 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? സെൻസിറ്റിവിറ്റി ടു ഓർഡർ, ലേണിംഗ് ത്രൂ ദയർ 5 സെൻസ്, സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ് ആൻഡ് സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ മൈന്യൂട്ട് ഒബ്ജക്ട്സ്. ഇങ്ങനെ 6 സെൻസിറ്റീവ് പീരീഡ് കുട്ടികളിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. റൈറ്റ്, ഓർക്കുന്നുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇതൊക്കെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെൻസിറ്റിവിറ്റി ടു ഓർഡറിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? കുട്ടികൾക്ക് എന്താണ്? അവരുടെ ലൈഫിൽ ഒരു ഓർഡർ ഉണ്ട്. ഒരു ടോയ്സിനെ അറേഞ്ച് ചെയ്യുന്നതിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പാറ്റേൺസ്, ഉറങ്ങുന്നതിലായിക്കോട്ടെ, എല്ലാത്തിലും ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നവരാണ് കുട്ടികൾ അല്ലേ?
അറിഞ്ഞോ അറിയാതെ ആയിരിക്കാം, അത് അവരുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു എന്താണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അതൊന്ന് ചേഞ്ച് ആയാൽ, അതൊന്ന് ബ്രേക്ക് ആയാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ അല്ലെ, അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കഴിയില്ല. കുട്ടികൾ അങ്ങനെയാണ്. ദെൻ പിന്നെന്തായിരുന്നു, നെക്സ്റ്റ് ഏതായിരുന്നു? സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ് അല്ലെ. കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. അവരുടെ നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻട്രസ്റ്റ് കുട്ടികളിൽ എന്താണ് കാണപ്പെടുന്നുണ്ട് അല്ലെ. ഒരു ഒബ്ജക്റ്റ് കിട്ടിയാൽ, ഒരു ടോയ്സ് കിട്ടിയാൽ കുറെ സമയം കുട്ടികൾ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യും അല്ലെ. അതിനെ തിരിച്ചും മറിച്ചും നോക്കുമെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങളും കുട്ടികൾ അതിൽ നിന്നും പഠിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ ഇതിലാണെങ്കിൽ മോണ്ടിസോറി എൻവിയോൺമെന്റിലാണെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് കൊടുത്താൽ ഫസ്റ്റ് ടൈം ആ കുട്ടി എന്തായിരിക്കും? അത് തിരിച്ചും മറിച്ചും എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും അല്ലെ. കൂടുതൽ സമയം ആ ഒരു ആക്ടിവിറ്റിയുമായിട്ട് ഇടപഴകുന്നതിലൂടെ അവരത് എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടും അല്ലെ. ചിലപ്പോൾ തെറ്റായിരിക്കാം. അങ്ങനെ ചെയ്ത് ഫൈനൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് സോൾവ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ആ കുട്ടി നേടിയെടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി. ഇത് ഈ കാര്യം മാത്രമല്ല, എന്താണ്, ബിൽഡിംഗ് ബ്ലോക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിലും ആ കുട്ടി എന്താണ്, ഒരു കാര്യം കൂടുതൽ ടൈം അതുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ പ്രോബ്ലം സോൾവിങ് അല്ലെ, അവൻ ഫ്യൂച്ചറിലായാലും ഒരു പ്രോബ്ലം വന്നാൽ അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്താം, പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാം എന്നൊരു കപ്പാസിറ്റി, ഒരു കഴിവ് ആ കുട്ടി നേടിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? പിന്നെന്തായിരുന്നു? 2 സെൻസിറ്റീവ് പീരീഡ് പറഞ്ഞു. മൂന്നാമത്തെ ഏതായിരുന്നു? സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്. അതിലെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭാവന? സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്. കുട്ടികൾക്ക് ചെറിയ വസ്തുക്കളോട് താല്പര്യം കൂടുതലായിരിക്കും. അപ്പൊ അത് അവര് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യും, അതിൽ തന്നെ ശ്രദ്ധിക്കും. പിന്നെ കുഞ്ഞു കുട്ടികള് കുഞ്ഞു സാധനങ്ങളൊക്കെ തട്ടി പിടിച്ചെടുക്കുന്നതും ഒക്കെ അതാണ്. അവരുടെ കോൺസെൻട്രേഷനും കോർഡിനേഷനും അതുപോലെ വിഷ്വൽ പവർ ഒക്കെ ഡെവലപ്പ് ആവും അതിലൂടെ. അതെ, അപ്പൊ ആ കാര്യങ്ങൾ കുട്ടികൾക്ക് എങ്ങനെയാണ്? ചെറിയ ഒബ്ജക്ട്സിനോട്, മൈന്യൂട്ട് ചെറിയ കാര്യങ്ങളോട് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളവരാണ് കുട്ടികൾ അല്ലെ. അത് ഈ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള ഈ ഇൻട്രസ്റ്റ് എന്താണ്, മുതിർന്നു കഴിയുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കൂടാനായിട്ട് അല്ലെ, നല്ലൊരു ഒബ്സർവർ ആയിട്ട് മാറാനായിട്ട് ഈ കഴിവ് അല്ലെങ്കിൽ ഈ സെൻസിറ്റിവിറ്റി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു. ദെൻ പിന്നെ ഏതായിരുന്നു അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്? സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്, റൈറ്റ്? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്. അതിലെന്തായിരിക്കാം പറയുന്നത്? സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്. മെയിൻ ആയിട്ട് വാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, വാക്കിങ്ങിലേക്ക് ഒരു കുട്ടി പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് ഒരു കുട്ടി പഠിക്കുന്നത് ഏത് വയസ്സാകും, ഏത് ഏജിലായിരിക്കാം? ഒരു ഫസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും കുട്ടി എന്താണ് ഒറ്റയടി വെച്ച് തുടങ്ങും എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം പയ്യെ എന്താണ് പയ്യെ ഓരോ അടികൾ വെച്ച് പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് പഠിക്കുന്നത് 2 വയസ്സ് കഴിയുമ്പോഴാണ്. അങ്ങനെയാണോ? ഒരു 2 വയസ്സ് കഴിയുമ്പോഴായിരിക്കും കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് നടക്കാനായിട്ട് പഠിക്കുന്നത് അല്ലേ. അപ്പോ എങ്ങനെയാണ് 2.5 വയസ്സ് കഴിയുമ്പോഴാണെന്ന് പറയുന്നു. പിന്നെന്താണ്? നടക്കും. എന്റെ മോനൊക്കെ 1 വയസ്സായപ്പോ നടന്നു. നടക്കുന്നതല്ലടാ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒറ്റയടി വെച്ച് നടക്കും കുട്ടികള് അല്ലേ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണ് ഒരുപാട് നടക്കാനായിട്ടൊക്കെ അല്ലെ. അതൊക്കെ അക്യൂർ ചെയ്തെടുക്കുന്നത് എപ്പോഴും ഒരു 2 വയസ്സാകുമ്പോഴേക്കാണ് അല്ലെ. അപ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ഓടിക്കളിക്കാനൊക്കെ കുട്ടികൾ പഠിക്കുന്നത്. അതുവരെ എങ്ങനെയാണ് വീണും വീണും അങ്ങനെയല്ല കുട്ടികൾ പഠിക്കുന്നത്, നടക്കുന്നത്, റൈറ്റ്? ഓക്കെ, അപ്പോ ഈ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാല്? ഒരു കുട്ടിയുടെ വില്ലിനനുസരിച്ച്, വിഷിനനുസരിച്ച്, അവന്റെ താല്പര്യത്തിനനുസരിച്ച് അവന്റെ ബോഡിയെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി, കഴിവിനെയാണ് എന്ത് പറയുന്നത്? കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്താണ് ചാടാൻ തോന്നുമ്പോൾ ചാടാൻ കഴിയണം, ഓടാൻ തോന്നുമ്പോൾ ഓടാൻ കഴിയണം. ആ ഒരു കപ്പാസിറ്റി കുട്ടി നേടിയെടുക്കുന്നത് 2 വയസ്സ് കഴിയുമ്പോഴാണ്, റൈറ്റ്? ഓക്കെ, അവന്റെ കൺട്രോളിലേക്ക് ആ ബോഡിയെ കൊണ്ടുവരാനുള്ള കഴിവിനെയാണ് കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ വാക്കിങ്ങിനെ സംബന്ധിച്ച്, നടക്കുന്നതിനെ സംബന്ധിച്ച് ഈ സെൻസിറ്റീവ് പീരീഡ് ചെറിയൊരു കാലഘട്ടത്തിൽ എന്ത് കാര്യമാണ് കുട്ടി പഠിച്ചെടുക്കുന്നത്? മെയിൻ ആയിട്ട് എന്ത് കാര്യമാണ് പഠിച്ചെടുക്കുന്നത്? എന്താണ്?
ആ ചെറിയ സെൻസിറ്റീവ് പീരീഡിനുള്ളിൽ വോക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് കുട്ടി പഠിക്കുന്നത്? അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ബോഡിയെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ ബോഡിയെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് കുട്ടി പഠിക്കുന്നുണ്ട്. ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നില്ലേ കുട്ടികള്? ഓക്കെ, അപ്പൊ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബോഡിയെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഈ സെൻസിറ്റീവ് പീരീഡിൽ കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് ക്ലിയർ ആണോ? സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്. എന്തായിരിക്കാം സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്? എങ്ങനെയാണ് കുട്ടിയിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്? എപ്പോൾ മുതലാണ് ഈ ലാംഗ്വേജിനുള്ള സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുട്ടികളിൽ എന്താണ് ജനനം മുതൽ തന്നെ കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നു അല്ലെ? ഏർലി സ്റ്റേജിൽ തന്നെ ഈ ലാംഗ്വേജിനോടുള്ള സെൻസിറ്റിവിറ്റി കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ സെൻസിറ്റീവ് പീരീഡിനോടൊപ്പം തന്നെ ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് അക്വയർ ചെയ്യാനായിട്ട് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ഏതായിരിക്കാം? സെൻസിറ്റീവ് പീരീഡ് ഒരു ഫാക്ടറാണ്. വേറൊരു ഫാക്ടർ ഏതാണ്? ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടിയെ ലാംഗ്വേജ് പഠിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് അവന്റെ അബ്സോർബൻ മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അബ്സോർബൻ മൈൻഡ് ഓർക്കുന്നില്ല? എന്താണ് അബ്സോർബൻ മൈൻഡ്? കുട്ടി ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളെയും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് കുട്ടി നോളജ് നേടിയെടുക്കുന്നത്. അപ്പോൾ ഈ സെൻസിറ്റീവ് പീരീഡിനോടൊപ്പം തന്നെ ലാംഗ്വേജിന്റെ കാര്യം പറയുമ്പോൾ എന്താണ് അബ്സോർബൻ മൈൻഡും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവൻ എന്ത് ചെയ്യും? ചെറിയ പ്രായത്തിൽ എങ്ങനെയാ കുട്ടി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം? ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും കുട്ടി ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പയ്യെ പയ്യെ അതിനോട് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? നമ്മൾ സംസാരിക്കുന്ന പോലെ പ്രോപ്പർ ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ചെറിയ ശബ്ദങ്ങളിലൂടെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ പതിയെ പതിയെ എന്ത് ചെറിയ വാക്കുകൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു അല്ലെ? അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആ കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? പലതരം സൗണ്ടുകൾ അവന് ചുറ്റും ആ കുട്ടി കേൾക്കുന്നുണ്ട് ആ സമയം അല്ലെ? എന്തൊക്കെ സൗണ്ടുകളായിരിക്കാം? എന്തൊക്കെ സൗണ്ട് ആയിരിക്കാം ഒരു കുട്ടി കേൾക്കുന്നത്? ഒരു ചെറിയ കുഞ്ഞിനെ സംബന്ധിച്ച് എന്തെല്ലാം സൗണ്ടുകളായിരിക്കാം? പാരന്റ്സ് സംസാരിക്കുന്നത് കേൾക്കാം അല്ലേ? പിന്നെന്താണ്? എന്തെങ്കിലും പെറ്റ്സുകൾ ഉണ്ടെങ്കിൽ, പൂച്ചയോ ഡോഗോ അതേപോലുള്ള പെറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് അവര് ലിസൺ ചെയ്യുന്നുണ്ട്. ദെൻ വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്തൊക്കെ സൗണ്ടുകൾ ഒരു കുട്ടി കേൾക്കാൻ ചാൻസസ് ഉള്ളത്? ചിലപ്പോ എന്താണ് ഇത്തരം ടിവിസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് ഒക്കെ കുട്ടി കേൾക്കുന്നുണ്ട്. പക്ഷെ ഏതിനോടാണ് കുട്ടിക്ക് കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളത്? ഏത് സൗണ്ടിനോടാണ് കുട്ടി കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഇൻട്രസ്റ്റ് ഉള്ളത്? ഏത് സൗണ്ടിനോടാണ്? ഹ്യൂമൻ ലാംഗ്വേജിനോടാണ് അല്ലെ? ഹ്യൂമൻ ലാംഗ്വേജിനോടാണ് കുട്ടിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടുതലുള്ളത്. ക്ലിയർ ആണോ? ഇപ്പൊ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കുട്ടി കേൾക്കുന്നുണ്ടെങ്കിലും ഹ്യൂമൻ ലാംഗ്വേജിനോട് കുട്ടിക്ക് എന്താണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ്, സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ക്ലിയർ? അപ്പൊ ആദ്യം എന്താണ് അമ്മ അല്ലെങ്കിൽ ചെറിയ വാക്കുകൾ സംസാരിച്ചതിന് ശേഷമായിരിക്കും കുട്ടികൾ എന്താണ് മറ്റ് സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. റൈറ്റ്? അങ്ങനെയാണോ? ഓക്കെ, അപ്പൊ കുട്ടിയെ ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സെൻസിറ്റീവ് പീരീഡ് ഒരു ഫാക്ടറാണ്. പിന്നെ ഒരു ഫാക്ടർ ഏതാണ്? അബ്സോർബൻ മൈൻഡ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഈ കുട്ടി അബ്സോർബ് ചെയ്യുന്നുണ്ട്. നല്ലതായാലും ചീത്തയായാലും എന്താണ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതാണ് കുട്ടിയെ നോളജ് ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ പോയിന്റ് ക്ലിയർ ആണോ? സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്. Then next point ഏതാ? സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഓക്കെ, ഒരു സോഷ്യൽ ലൈഫ് അതിനോടൊരു സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കുട്ടിക്ക് തോന്നി തുടങ്ങുന്നത് എപ്പോൾ മുതലായിരിക്കാം? എങ്ങനെയാണ് കുട്ടികളുള്ളവരൊന്ന് പറയൂ. എങ്ങനെയാണ് കുട്ടിക്ക് ഒരു സോഷ്യൽ ലൈഫിനോട് എപ്പോൾ മുതലാണ് ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങുന്നത്? ഏത് ഏജ് മുതലായിരിക്കാം? ആരിഫ? എന്തോ? ഒരു 3 വയസ്സ് മുതലൊക്കെ.
അതെ അല്ലെ, 2.5 വയസ്സ് 3 വയസ്സ് ആ കാലഘട്ടത്തിലാണ് സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അംഗൻവാടികളിൽ പോകുന്നുണ്ട് കുട്ടികൾ അല്ലെ. ഒരു 2.5 വയസ്സ് കഴിയുമ്പോൾ എന്താണ് അംഗൻവാടികള് നഴ്സറിയിലേക്ക് കുട്ടികൾ പോകാൻ തുടങ്ങും. അവിടെ ചെല്ലുമ്പോഴാണ് ആ സമയം ആ ഒരു ഏജ് മുതൽ കുട്ടികൾ അവന്റെ പ്രായത്തിലുള്ള അവന്റെ സ്വന്തം ഏജിലുള്ള കുട്ടികളെ എന്താണ് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നത്. അല്ലെ, അതുവരെ പാരന്റ്സിനെ ആയിരുന്നു കൂടുതലും കണ്ടുകൊണ്ടിരുന്നത് അല്ലെ, മുതിർന്നവരെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അവന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കൂടുതൽ കാണുന്നത് എപ്പോഴും ഒരു 2.5 വയസ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നഴ്സറി അല്ലെങ്കിൽ അംഗൻവാടികളിൽ ചെല്ലുമ്പോഴാണ് അവന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കാണാൻ തുടങ്ങുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഏജിലുള്ള കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ആ കുട്ടി തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് അല്ലെ, കളികളിൽ ഏർപ്പെടുന്നുണ്ട്. റൈറ്റ്. അങ്ങനെയാണ് ഒരു കുട്ടി സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് എന്താണ്, അഫെക്ഷൻ എന്താണെന്നൊക്കെ ഒരു കുട്ടി മനസ്സിലാക്കുന്നത് ഒരു 2.5 വയസ്സ് മുതലാണ്. 2.5 വയസ്സ് കഴിയുമ്പോഴാണ് ആ കുട്ടിയുടെ സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഗ്രൂപ്പില് എങ്ങനെ ഒരു ഭാഗമാകാം, എങ്ങനെ ഒരു പാർട്ടാകാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു പ്രോപ്പർ ആയിട്ട് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നത് ഓക്കെ ഒരു 2.5 വയസ്സ് കഴിയുമ്പോഴാണ്. ക്ലിയർ ആണോ? അപ്പോൾ മുതലാണ് അവന്റെ സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ഗ്രൂപ്പില് കുറെ കുട്ടികളുടെ കൂടെ കൂടിയാൽ എന്താണ് കളിക്കാമെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ, കളികളിൽ ഏർപ്പെടാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു കുട്ടി മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ആ സമയത്ത് 2.5 വയസ്സ് മുതലാണ് അവന്റെ സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ സെൻസിറ്റിവിറ്റി ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പൊ 6 സെൻസിറ്റീവ് പീരീഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു 6 സെൻസിറ്റീവ് പീരീഡ് സോഫിയ? മോണ്ടിസോറി പറയുന്നു 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയായിരുന്നു അത് സോഫിയ? സെൻസിറ്റിവിറ്റി ടു ഓർഡർ പറയുന്നുണ്ട്. പിന്നെ ഏതാണ് 5 സെൻസസ് അല്ലെ, സെൻസിറ്റിവിറ്റി ടു സെൻസസ് പറയുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്, സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ് ആൻഡ് സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ ഒബ്ജക്ട്സ്. ഈ 6 സെൻസിറ്റീവ് പീരീഡ് ഒരു കുട്ടിയിൽ കാണപ്പെടുന്നുണ്ടെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ഈ 6 എന്താണ് സെൻസിറ്റീവ് പീരീഡ് എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർഡറിൽ എന്താ പറയുന്നത്? സെൻസിറ്റിവിറ്റി ടു ഓർഡറിൽ എന്താ പറയുന്നത്? മെയിൻ ആയിട്ട് കുട്ടിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഓർഡർ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് അല്ലെ. കളിക്കുന്ന കാര്യമായിക്കോട്ടെ, സ്ലീപ്പിംഗ് ആയിക്കോട്ടെ, ഉറങ്ങുന്നതിലായിക്കോട്ടെ, എല്ലാത്തിലും ഒരു ഓർഡർ കുട്ടി അറിഞ്ഞോ അറിയാതെയോ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ടോയ്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിലായാലും അവന്റേതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ഇത് ശരിയാകണമെന്നില്ല, പക്ഷെ എന്താണ് അവന്റെ ശരിയിൽ എന്താണ് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും എപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അവനത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പിന്നെന്തായിരുന്നു സെൻസിന്റെ കാര്യത്തിൽ എന്താ പഠിച്ചത്? എന്തായിരുന്നു ആരിഫ? സെൻസിന്റെ കാര്യത്തിൽ എന്താ? സെൻസിറ്റിവിറ്റി ടു എന്തായിരുന്നു? സെൻസസ് അല്ലെ, ലേണിംഗ് ത്രൂ ദെയർ സെൻസസ്. കുട്ടികൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് സെൻസസ് യൂസ് ചെയ്താണ്, അവന്റെ സെൻസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അല്ലെ. കണ്ടും കേട്ടും എന്നാൽ എക്സ്പീരിയൻസ് ചെയ്തുമാണ് ഒരു കുട്ടി ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒബ്ജക്ട്സുകൾ അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസസ് അല്ലെ. ഓരോ ഒബ്ജക്ട്സ് കൊടുക്കുമ്പോഴും അവൻ കൂടുതൽ ടൈം അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു ഒബ്ജക്ട്സ് കൊടുക്കുമ്പോൾ ഇപ്പൊ ടോയ്സ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ബ്ലോക്സ് ആയിക്കോട്ടെ, കൂടുതൽ ടൈം അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ അവൻ പ്രോബ്ലം സോൾവിങ്സ് എന്നൊരു കഴിവ് നേടിയെടുക്കുന്നുണ്ട് അല്ലെ. ഒരു ചെറിയ കാര്യത്തെയാണ് തിരിച്ചും മറിച്ചും നോക്കി അവൻ സ്വയം അത് ഡെവലപ്പ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാം എന്നൊരു അറിവ്, ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ എന്താണ് വലിയ പ്രശ്നം വന്നാലും അതിനെ പ്രോപ്പർ ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു കപ്പാസിറ്റി, ഒരു അറിവും ആ കുട്ടി നേടിയെടുക്കുന്നുണ്ട്. ദെൻ പിന്നെന്തായിരുന്നു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ജനനം മുതൽ തന്നെ അബ്സോർബൻ മൈൻഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. സെൻസിറ്റീവ് പീരീഡിനോടൊപ്പം തന്നെ അബ്സോർബൻ മൈൻഡും കുട്ടിയെ ലാംഗ്വേജ് അക്വയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളത് ഹ്യൂമൻ ലാംഗ്വേജിനോടാണ്.
ക്ലിയർ ആണല്ലോ. ദെൻ സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്. എന്താണ് വാക്കിംഗിൽ പറയുന്നത്? ഒരു 2 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോഡിയെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പഠിക്കുന്നത്. അല്ലെ, കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ബോഡിയെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പഠിക്കുന്നത് ഒരു 2 വയസ്സ് കഴിയുമ്പോഴായിരിക്കും. ദെൻ സെൻസിറ്റിവിറ്റീസ് ഫോർ സ്മോൾ ഒബ്ജക്ട്സ്. ചെറിയ ഒബ്ജക്ട്സിനോട് കുട്ടികൾക്ക് എന്താണ് കൂടുതൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അല്ലെ, നല്ലൊരു ഒബ്സർവർ ആണ് കുട്ടികൾ എന്ന് പറയുന്നത്. അല്ലെ, ചെറിയ കാര്യങ്ങളെ, മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളെ പ്രോപ്പർ ആയിട്ട് കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അല്ലെ, അത് അവരുടെ ഇൻ ഫ്യൂച്ചറിൽ കോൺസെൻട്രേഷൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു? സോഷ്യൽ ഇൻട്രസ്റ്റ്. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്. അതിലെന്താ പറയുന്നത്? കുട്ടികളുടെ സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2.5 വയസ്സ് മുതലാണ്. ഓക്കെ, നഴ്സറികളിൽ എത്തുമ്പോഴാണ് അവരുടെ സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ അവരുടെ സെയിം ഏജിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവരുമായിട്ട് കളികളിൽ ഏർപ്പെടുന്നുണ്ട്. അല്ലെ, കളിക്കാൻ തുടങ്ങുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ആ ടൈം മുതലാണ്. അതിന്റെ പ്രോപ്പർ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാല്യൂസ് മനസ്സിലാക്കാൻ അവർക്ക് അറിയില്ല. പക്ഷെ എന്താണ്? കൂട്ടുകാരോടൊത്ത് കളിക്കണം. ആ രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് 2.5 വയസ്സ് മുതലാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ എങ്ങനെ ഒരു ഭാഗമാകാം, എങ്ങനെ അവരുമായിട്ട് നല്ല രീതിയിൽ കളികളിൽ ഏർപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടി പഠിച്ചെടുക്കുന്നത് അവന്റെ സോഷ്യൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2.5 വയസ്സ് മുതലാണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. റോൾ പ്ലേ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? റോൾ പ്ലേ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചെയ്തായിരുന്നോ റോൾ പ്ലേ? ദെൻ സ്റ്റോറി ടെല്ലിംഗ്. ഓക്കെ, സ്റ്റോറി ടെല്ലിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് മുതൽ. ആൽഫ, ആർ യു റെഡി ഫോർ ദാറ്റ്? ആൽഫ റെഡി ആണോ? ആ, ഓക്കെ, ചെയ്തോളൂ. വെരി ഗുഡ്. അല്ല മാം, സ്വന്തമായിട്ട് എഴുതിയിട്ടില്ല, അല്ലാതൊരു മോറൽ സ്റ്റോറി. ഓക്കെ, ഒരു മിനിറ്റ് മാം. ബാക്കി എല്ലാവരും പ്രിപ്പയർ ചെയ്തോളൂ വേഗം കേട്ടോ. ഓക്കെ മാം. Okay, then start. Once upon a time, there was a little boy named Rohan. Rohan was very mischievous and loved having fun. One day, he found a bunch of chocolate in his dad's room. He was so happy that he decided to share them with his friends. When Rohan's dad saw the chocolates missing from his room, he was surprised. He asked Rohan, where did you get these chocolates from? Rohan honestly told him that he took them from his dad's room and shared them with his friends. Rohan's dad smiled and hugged him, saying, "Son, you did a good deed. Chocolates are just things, but sharing them, you made your friends happy. Remember, doing good things brings happiness to everyone." Moral: by doing good deeds, we can bring happiness and love into our lives. But doing small acts of kindness, we can make others happy. Thank you. ഓക്കെ, ആൽഫ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, നമ്മളിപ്പോ ആൽഫ ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ച് കുട്ടികൾ ഫ്രണ്ടിലുണ്ട്. ക്ലാസ് റൂമിൽ ചെന്നല്ലേ എടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ എന്താണ്, അവരുടെ അറ്റൻഷൻ ലഭിക്കുമോ? അല്ലെ, അവരെ ക്യാച്ച് ചെയ്യാനായിട്ടാണല്ലേ, അവരെ നമ്മൾ എന്താണ് അറ്റൻഷൻ നമ്മളിലേക്ക് ഫോക്കസ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റോറീസ് ഒക്കെ ടെൽ ചെയ്യുന്നത്, അല്ലെ, സ്റ്റോറീസ് പറയുന്നത്. അപ്പൊ എന്താണ്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം, സൗണ്ട് മോഡുലേഷൻ ശ്രദ്ധിക്കണം, നമ്മുടെ മുഖത്തായ ഒരു എക്സ്പ്രഷൻ വരണം കേട്ടോ. നെക്സ്റ്റ് ടൈം എന്താണ് അതുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ
നമ്മളൊരു ടീച്ചറായിട്ട് വേണം അവിടെ നിന്ന് പെർഫോം ചെയ്യാനായിട്ട്. എങ്ങനെയായിരിക്കും നമ്മളിപ്പോ നാളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം കുട്ടികളെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിൽ വേണം സ്റ്റോറി പറയാനായിട്ട്. ദെൻ ആരിഫ റെഡി ആണോ? നോ മാം, എനിക്ക് ജലദോഷം പനിയാണ്. ഓക്കെ, ദെൻ വേറെ ആരാ? ദെൻ ഭാവന. മാം ഞാൻ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. ഓക്കെ, ദെൻ ഹിമ. ഹിമ. മാം ഞാൻ പേപ്പർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആൽഫബറ്റ്സിന്റെ സ്പിന്നിങ് വീലാണ് ചെയ്തേക്കണേ. ആണല്ലോ. ഇപ്പൊ ക്ലിയർ ആണ്. ഇതിപ്പോ ആൽഫബറ്റ്സ് എ ക്യാപിറ്റൽ ലെറ്ററും പഠിക്കാം, സ്മോൾ ലെറ്ററും പഠിക്കാം. അതുപോലെ അത് വെച്ചിട്ടുള്ള വേർഡ്സ് ഇപ്പോ ആപ്പിൾ, അതുപോലെ എ ഫോർ ആൻഡ്, അവിടെ കാണുന്നില്ല, ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഏരോ, ആക്സ്, അങ്ങനെ. അതുപോലെ തന്നെ ബിയും ചെയ്തിട്ടുണ്ട്. ബി ഫോർ ബട്ടർഫ്ലൈ, അതുപോലെ ബേർഡ്, ബോൾ, ബലൂൺ, അതിന്റെ സി ഡി ഇ വരെ ചെയ്തിട്ടുള്ളൂ മാം. വെരി ഗുഡ് ഷിമ, വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഇതേപോലെ തെർമോകോൾ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. പേപ്പറിന് തെർമോകോൾ, 2 തെർമോകോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ട്. ഓക്കെ, ഇത് സ്റ്റോറിക്ക് റെഡി ആണോ ഹിമ? മാം എന്റെ സ്റ്റോറിയും റോൾ പ്ലേയും കഴിഞ്ഞതാ. അല്ല, സ്റ്റോറി അല്ല, റോൾ പ്ലേയും ആക്ഷൻ സോങ്ങും കഴിഞ്ഞതാ. സ്റ്റോറി പ്രിപ്പയർ ആയിട്ടില്ല. ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അഫ്ര എന്നാണോ പേര്? ജിസ്ന. ചെയ്തിട്ടില്ല. ഇല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ജിസ്ന ചെയ്യുന്നുണ്ട്, ഹിമ, ദെൻ ഭാവന. ഓക്കെ, ദെൻ ദീപ്തി റെഡി ആണോ? ദീപ്തി. ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ ഒരു സ്റ്റോറി? എന്തുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാഞ്ഞത്? ലാസ്റ്റ് വീക്കിലാണോ ഞാൻ പറഞ്ഞത്? ലാസ്റ്റ് വീക്ക് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല, റൈറ്റ്? അതിന് മുന്നത്തെ ആഴ്ചയായിരുന്നു അല്ലേ? ഇത്രയും ടൈം കിട്ടിയിട്ട് ആരും ചെയ്തില്ല. ആൽഫ മാത്രമാണ് ചെയ്തത്. അത് നമ്മള് സ്വന്തമായിട്ട് സ്റ്റോറി ഉണ്ടാക്കണ്ടേ? നമ്മള് ഈ ബുക്കിൽ നിന്നൊക്കെ ഉള്ള സ്റ്റോറി എടുത്ത് എഴുതാൻ പറ്റില്ലല്ലോ, അതാ. കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, പറ്റിയില്ലെങ്കിൽ എന്താ, നിങ്ങൾ പരിചയമുള്ള, കേട്ടിട്ടുള്ള ഒരു ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോറി എടുത്താലും മതി. കുട്ടികൾക്ക് എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്? ഇൻട്രസ്റ്റ്, കുട്ടികൾക്ക് താല്പര്യമുള്ള ഒരു സ്റ്റോറി ആയിരിക്കണം. ഓക്കെ, കുട്ടികളെ പിടിച്ചിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കണം. മൃഗങ്ങളുടെ കേട്ടില്ലേ, കാട്ടിലെ മൃഗങ്ങളുടെ. അത്തരത്തിലുള്ള സ്റ്റോറീസ് ഒക്കെയാണ് കുട്ടികൾക്ക് കുറച്ചുകൂടി എന്താണ് താല്പര്യമുള്ളത് അല്ലെ? അങ്ങനത്തെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ കേട്ടിരിക്കും. അതേപോലെ നമുക്ക് അത് ആ രീതിയിൽ എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഫേസ് ആ രീതിയിലേക്ക് മാറുമ്പോൾ കുട്ടികൾ എന്താണ് അല്ലെ, നമ്മളെ തന്നെ നോക്കി നിൽക്കും അല്ലെ? ആ സ്റ്റോറി കേട്ടിരിക്കാനായിട്ട് ക്യൂരിയസ് ആയിരിക്കും ആ കുട്ടികൾ, റൈറ്റ്? അപ്പൊ സൗണ്ട് മോഡുലേഷൻ ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ? അപ്പൊ ആ രീതിയിൽ സ്റ്റോറി പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്ന് ചെയ്യാത്ത എല്ലാവരും എന്താണ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് വരണം, അല്ലെങ്കിൽ എന്താണ് പെർഫോം ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം വരാനായിട്ട്. ഇതിൽ ആരെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നത് നല്ലത് നിങ്ങൾ തന്നെ പറയുന്നത്. ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സോഫിയ ഇല്ല. ദെൻ
ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് എന്താണ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ചാപ്റ്ററിലോട്ട് തിരിച്ചു പോകാം. ഓക്കെ, കുട്ടികൾക്ക് എന്താണ് 5 സെൻസസ് യൂസ് ചെയ്താണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലേ. അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒബ്ജക്ട്സുകൾ എൻവയോൺമെന്റ് ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് രീതിയിലുള്ള എത്തരത്തിലുള്ള എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം? 5 സെൻസ് യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഏതെല്ലാം ആയിരിക്കാം? ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റീസ് പറഞ്ഞോളൂ. ഞാൻ പേര് വിളിക്കുന്നില്ല, ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. കുട്ടികൾക്ക് എന്താണ് ബിൽഡിംഗ് ബ്ലോക്സ്. സെൻസ് യൂസ് ചെയ്യാനായിട്ട് കഴിയണം അല്ലേ? എന്തായിരുന്നു? ബിൽഡിംഗ് ബ്ലോക്സ്. ബിൽഡിംഗ് ബ്ലോക്സ് അല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കാണുന്നുണ്ട്, അതിനെ ടച്ച് ചെയ്യുന്നുണ്ട്, ഫൈനലി അവരത് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാനും പഠിക്കുന്നുണ്ട്. ബിൽഡിംഗ് ബ്ലോക്സ്. ദെൻ വെരി ഗുഡ് ആൽഫ. ദെൻ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? പസിൽസ്. ഓക്കെ, പസിൽസ്. പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അല്ലെങ്കിൽ സാൻഡ് പേപ്പർ നമ്പേഴ്സ് ഒക്കെ 5 സെൻസ് നമ്മൾ സെൻസ് യൂസ് ചെയ്ത് ടച്ച് ചെയ്താണ് കുട്ടികൾ പഠിക്കുന്നത് അല്ലെ. നമ്പേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിക്കോട്ടെ ഈസിലി പഠിക്കാനായിട്ട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? മുത്തുകൾ കൗണ്ട് ചെയ്യാൻ മുത്തുകൾ കൗണ്ട് ചെയ്യാൻ ഓക്കെ. Okay, then Hima. Then Arifa. ഓരോ കാര്യങ്ങളും ചെറിയ കുട്ടികള് ഡൂയിങ് പസിൽസ്. ഓരോ കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട് എങ്ങനെയാ? സെൻസ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. അവരുടെ 5 സെൻസ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും കുട്ടി പഠിച്ചെടുക്കുന്നത്. ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തെടുക്കുന്നത് ഈ സെൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അബ്സോർബൻ മൈൻഡ് യൂസ് ചെയ്ത് അവൻ നോളജ് നേടിയെടുക്കുന്നുണ്ട്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നോളജ് നേടിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റീസ് ഓരോ കാര്യങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ്? ഈ 5 സെൻസ് യൂസ് ചെയ്തിട്ടാണ്. റൈറ്റ്. അതേപോലെ തന്നെ വാക്കിംഗ് പറഞ്ഞല്ലേ, സെൻസിറ്റിവിറ്റി ടു വാക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാക്കിങ്ങിന് പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഉണ്ടോ? ഒരു സ്ട്രേറ്റ് ലൈൻ പ്രോപ്പർ ആയിട്ട് അതിലൂടെ വർക്ക് ചെയ്യാൻ പറയാം. ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാം. അപ്പൊ എന്താണ്? ബാലൻസ് നേടിയെടുക്കാനായിട്ട് കുട്ടി പഠിക്കുന്നുണ്ട് അല്ലെ. ബാലൻസ് പഠിക്കുന്നുണ്ട്, സ്വന്തം ശരീരത്തെ എന്താണ് ബാലൻസ് ചെയ്യാനായിട്ട് കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. വെരി ഗുഡ്. ദെൻ പിന്നെന്തായിരിക്കാം? ഓക്കെ, ശരീരത്തെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കാം. ദെൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എനി അതർ ആക്ടിവിറ്റീസ്? ഓക്കെ, അപ്പൊ എന്താണ് കുട്ടിക്ക് എന്താണ് ഒരു കാലിൽ നിന്നിട്ട് ശരീരത്തെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഒരു കാലിൽ നിൽക്കാനായിട്ട് പഠിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേ കളികളുണ്ടോ, ഗെയിംസുകൾ ഉണ്ടോ? നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരം ബിൽഡിംഗ് ബ്ലോക്സ് അത് മാത്രമല്ല, ഗെയിംസ് ആയിരിക്കാം. ഓക്കെ, ഗെയിംസ് ആയിരിക്കാം, വാട്ട് എവർ ഏതായാലും എന്താണ് കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ് മെയിൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാലിൽ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗെയിംസോ ആക്ടിവിറ്റീസോ ഏതെങ്കിലും ഉണ്ടോ? നമ്മൾ അക്ക് കളിക്കുന്നതിന് കോളം വരച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ചാടി കളിക്കുന്നത് അല്ലേ, ചാടി കളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി ഭാവന. ഓക്കെ, ദെൻ എല്ലാവരും പറയും. ആരിഫ, എല്ലാവരും ഓരോ ആക്ടിവിറ്റീസ് ഓർത്തെടുത്തോളൂ, ഞാൻ പേര് വിളിക്കാം. ആരിഫ പറഞ്ഞോളൂ, ഓരോ ആക്ടിവിറ്റീസ് പറഞ്ഞോളൂ. ഇങ്ങനെ യോഗയൊക്കെ ചെയ്യിപ്പിക്കുക പിള്ളേരെ കൊണ്ട്.
ഓക്കെ യോഗ ചെയ്യിക്കാം, അല്ലെ എക്സസൈസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അവരുടെ ബാലൻസ് നേടിയെടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒടുവിലോരം തപ്പിപ്പിടിച്ചെടുത്തു അല്ലെ ആരിഫ? ഓക്കെ, ദെൻ സഫിയ. വള്ളി ചാടുന്നത് വള്ളി ചാടില്ലേ, അത് പ്രാക്ടീസ് ചെയ്യിക്കാം കുട്ടികൾക്ക്. ദെൻ വാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ആദ്യം എന്താണ്, കുട്ടി എന്താണ് ആദ്യം എഴുന്നേച്ചിരിക്കുന്നു, അങ്ങനെ ഓരോ സ്റ്റേജസിലൂടെയാണ് നടക്കാനായിട്ട് പഠിക്കുന്നത് അല്ലെ. പ്രോപ്പർ ആയിട്ട് നടന്നാലാണ് അവന്റെ എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ആകുന്നത് അല്ലെ. പ്രോപ്പർ ആയിട്ട് നടക്കാത്ത കുട്ടിക്ക് ഒരു ഫുട്ബോൾ തട്ടാനായിട്ട് കഴിയോ? അല്ലെങ്കിൽ എന്താണ് റേസിൽ പങ്കെടുക്കാനായിട്ട് കഴിയോ? അപ്പൊ വാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവന്റെ ഫൈൻ മോട്ടോർ സ്കില്ലിനും അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ സ്കിൽസിനും അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് പ്രോപ്പർ ആയിട്ട് നടക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? ഹിമ. മാം, പണ്ട് നമ്മൾ ഓരോ മത്സരങ്ങൾ വെക്കില്ലേ, തവളച്ചാട്ടൊക്കെ പോലെ, അതുപോലെ നടക്കലും ഒക്കെ ആയിട്ട് നടത്താലോ മത്സരങ്ങൾ. പിന്നെന്താണ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് എന്താണ് അത് ഓടിയെടുക്കാനായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ അത് ഓടിയെടുക്കണം. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ നിർത്തിയിട്ട് അതിൽ ആരാണോ ഫസ്റ്റ് എടുക്കുന്നത് ആ ഒരു ആക്ടിവിറ്റീസ് കൊടുത്താൽ എന്താണ് കുട്ടികളുടെ സ്പീഡ് കൗണ്ട് ചെയ്യാനായിട്ട്, സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലെ. എല്ലാ കുട്ടികൾക്കും നടക്കുന്നതിലുള്ള സ്പീഡ്, ഓടുന്നതിലുള്ള സ്പീഡ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. എല്ലാവരും നടക്കുന്ന സ്പീഡ് ഒരേപോലെ ആയിരിക്കുമോ? അല്ലെങ്കിൽ ഓടുന്ന സ്പീഡ് ഒരേപോലെയല്ല അല്ലെ. അത്തരം കുട്ടികളുടെ സ്പീഡ് കൂട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തായിരുന്നു പേരെന്താണ്? ഓക്കെ, ഇനി അതർ ആക്ടിവിറ്റീസ്? ലെമൺ സ്പൂൺ പോലെയുള്ളത് കോൺസെൻട്രേഷൻ ഉണ്ടാവും കുട്ടികള്. അതുപോലെ വാട്ടർ ബോട്ടിലിൽ ഫില്ല് ചെയ്യില്ലേ, വെള്ളം കൊണ്ടുപോയിട്ട് കയ്യില് വെള്ളം എടുത്തിട്ട്. ഓക്കെ. ബാലൻസ് ചെയ്യാനും പഠിക്കണം അല്ലെ. സ്പൂൺ, ലെമൺ എന്താണ് സ്പൂണിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ ബാലൻസിങ്ങും പഠിക്കണം അവിടെ, വേണ്ടേ? ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ദെൻ ലാംഗ്വേജ്, സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ് പറയുന്നുണ്ട്. അവന്റെ എന്താണ് കുട്ടിയുടെ ഏർലി സ്റ്റേജ് മുതൽ ആ സെൻസിറ്റിവിറ്റി കുട്ടികളിലുണ്ട്, അബ്സോർബൻ മൈൻഡ് ഉണ്ട്. അതിന് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാം? അല്ലെങ്കിൽ വേർഡ്സുകൾ പഠിക്കണം, പുതിയ പുതിയ വാക്കുകൾ പഠിക്കണം. ഓക്കെ, ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഇത്തരത്തിൽ ഏതെല്ലാം ആക്ടിവിറ്റീസ് ആയിരിക്കാം കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം പറയൂ. ഒരു ആക്ടിവിറ്റി ഇല്ല. വെജിറ്റബിൾസിന്റെ ഒക്കെ കാണിച്ചിട്ട് പേര് പറഞ്ഞിട്ടൊക്കെ. പേര് പറഞ്ഞല്ലേ, കുട്ടികളെ കുറച്ചുകൂടി നല്ല ഫെമിലിയർ ആക്കുക. വെജിറ്റബിൾസ് കയ്യിൽ കൊടുക്കുക, അതിന്റെ കളർ പറയാം, ആദ്യം പഠിപ്പിക്കാം കളർ. പിന്നെ എന്താണ് നമുക്ക് തിരിച്ച് ചോദിക്കാം, റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കാം. പിന്നെന്താണ് അതിന്റെ ഷേപ്പ്, കളർ എല്ലാം പഠിപ്പിക്കാം, പേര് പഠിപ്പിക്കാം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് കൊടുത്ത് തന്നെ പല കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്? മാം, ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അതിന് എന്താ മനസ്സിലായെന്ന് ചോദിക്കാം. അപ്പൊ അവര് സ്റ്റോറി എന്താ പറഞ്ഞു കൊടുത്തിട്ട് ഓക്കെ അങ്ങനെ പഠിപ്പിക്കാം, ഒരു ആക്ടിവിറ്റീസ് ആണ്. ദെൻ സോങ്സ്. ഓക്കെ, ആക്ഷൻ സോങ് ആയാലും സോങ്സ് ആയാലും ഇത്തരത്തിൽ കുട്ടികളെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇനി അതർ ആക്ടിവിറ്റീസ്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതെല്ലാമാണ്? വേറെ എന്തെങ്കിലും ഉണ്ടോ? അവർക്കൊരു ടീം കൊടുത്തിട്ട് ഒരു കോൺവെർസേഷൻ പോലെ ചെയ്യാൻ പറയാം. ഓക്കെ, ഒരു കോൺവെർസേഷൻ അല്ലെ റോൾ പ്ലേ നമുക്ക് ചെയ്യാൻ പറയാം കുട്ടികളോട്. ഓക്കെ, ദെൻ
കൂടുതൽ കുട്ടികളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇന്ററാക്ഷന് എന്താണ് അത്തരത്തിൽ ഇടപെടുകാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുക അല്ലേ. സ്കൂളിലാണെങ്കിലും നഴ്സറീസിലാണെങ്കിലും അറിയാം, ചില കുട്ടികൾ എന്താണ് നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ടാകാം അല്ലേ, ചില കുട്ടികൾ സൈലന്റ് ആയിരിക്കും, ചിലപ്പോൾ 1-2 വാക്കുകളായിരിക്കും സംസാരിക്കുന്നത് അല്ലേ, ആ ലാംഗ്വേജ് അവർ ഡെവലപ്ഡ് ആയിട്ടുണ്ടായില്ലായിരിക്കാം. അപ്പൊ അത്തരം കുട്ടികളെ തമ്മിൽ മിക്സ് ചെയ്യുന്നതിലൂടെ എന്താണ് അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കില്ലേ അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസുകളെ തമ്മിൽ എന്താണ് അത്തരത്തിൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്താണ് പരസ്പരം പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് the effect of malnourishment of children from the right environment to the 6 sensitive period. ഓക്കെ, മാൽനറിഷ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ എന്ന് പറയാം, പോഷകാഹാരക്കുറവ്. അതിന്റെ ഫലമായിട്ട് ഈ സെൻസിറ്റീവ് പീരീഡ്, ഈ 6 സെൻസിറ്റീവ് പീരീഡിനെ എങ്ങനെയാണ് പോഷകാഹാരക്കുറവ് ബാധിക്കുന്നത്? എങ്ങനെയെല്ലാമായിരിക്കാം? നമ്മൾ 6 സെൻസിറ്റീവ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു. പോഷകാഹാരക്കുറവ് ഇതിനെയെല്ലാം എങ്ങനെ ബാധിക്കാം? ഫസ്റ്റ് പീരീഡ് ആയിരുന്നു സെൻസിറ്റിവിറ്റി ടു ഓർഡർ. ഓക്കെ, ഓർഡറിനെ എങ്ങനെയാണ് പോഷകാഹാരക്കുറവ് ബാധിക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കാം? മാൽ നറിഷ്മെന്റ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്. MAL മാൽ നറിഷ്മെന്റ്, NOURISHMENT. മാൽ നറിഷ്മെന്റ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻസ്, പോഷകാഹാരക്കുറവ് കുട്ടികളെ ഈ 6 സെൻസിറ്റീവ് പീരീഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? എന്തായിരിക്കാം അതിന്റെ എഫക്റ്റ്, അതിന്റെ റിസൾട്ട് എന്തായിരിക്കാം? എന്താണ്? ഫസ്റ്റ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ ആണ്. ഓർഡറിനെ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം? കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു ഓർഡറിൽ എന്താ ഡിസ്കസ് ചെയ്തത്? കുട്ടികൾക്ക് തനിയെ ഓരോ കാര്യങ്ങൾ അവന്റേതായ നോളജില് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഈ പോഷകാഹാരക്കുറവ് അതിനെങ്ങനെ ബാധിക്കാം? കുട്ടികൾ എങ്ങനെയാണ്? നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് അല്ലേ, നല്ല കളികളിൽ ഏർപ്പെടുന്ന ആക്റ്റീവ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. അവരാണ് കൂടുതൽ സമയവും കളികളിൽ ഏർപ്പെടുന്നത്. റൈറ്റ്. ഈ പോഷകാഹാരക്കുറവ് അവരുടെ ഹെൽത്തിനെ ബാധിക്കില്ലേ? എനർജിയെ ബാധിക്കില്ലേ? ഓക്കെ, അപ്പൊ കൂടുതൽ സമയം കളികളിൽ ഏർപ്പെടാനുള്ള ആ എനർജി എന്താണ് ഇല്ലാതാകുന്നുണ്ട്. പോഷകാഹാരക്കുറവ് ആ എനർജിയെ ബാധിക്കുന്നുണ്ട്. അവരുടെ ഓർഡറിനെ തന്നെ, കളികളിൽ ഏർപ്പെടുമ്പോഴല്ലേ കുട്ടികൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങളും ഓർഡറിൽ ക്രമീകരിക്കാനായിട്ട് കഴിയുന്നത് അല്ലേ? അത് പോഷകാഹാരക്കുറവ് ബാധിക്കുന്നില്ലേ? അപ്പൊ അതുമൂലം എന്താണ് അവന്റെ പഠനശേഷി അത് ബാധിക്കാം, കോൺഫിഡൻസിനെ അല്ലെ, കോൺഫിഡൻസിനെ ബാധിക്കാം. ദെൻ പിന്നെന്തൊക്കെയായിരിക്കാം? റൂട്ടീൻസിനെ അല്ലെ, അവന്റെ ഓർഡേഴ്സ് അഫക്റ്റ് ചെയ്യും അല്ലേ. അവന്റെ റൂട്ടീൻ തെറ്റിയാൽ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് അത് മൊത്തത്തിൽ തന്നെ അവന്റെ ആ ലൈഫിനെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ തന്നെ മൊത്തത്തിൽ അത് ബാധിക്കും. റൈറ്റ്. അപ്പൊ എന്താണ്? പോഷകാഹാരക്കുറവ് അവന്റെ ഓർഡറിനെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സെൻസിറ്റിവിറ്റി ടു ഓർഡറിനെ പോഷകാഹാരക്കുറവ് എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത്? കുട്ടികൾ ആങ്ഷ്യസ് ആയിരിക്കും അല്ലെ, പുറത്ത് എന്താ നടക്കുന്നത് അറിയാനുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇല്ലാതായി മാറുന്നുണ്ട് അല്ലെ. ഓരോ ഒബ്ജക്ട്സുകളെയും കൂടുതലായിട്ട് ഇടപഴകുമ്പോഴാണ് കുട്ടികൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നേടിയെടുക്കുന്നത്. ഒരു എനർജിയും ഇല്ലാതെ, ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഇൻആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയോ? കോൺസെൻട്രേഷൻ കൂടുന്നുണ്ടോ? എന്താണ്? ഒരു കാര്യത്തിലും ഫോക്കസ്ഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാനും കുട്ടികൾക്ക് എന്താണ് കഴിവുണ്ടായിരിക്കില്ല. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഈ ഓർഡറിന് എന്താണ് ഈ പോഷകാഹാരക്കുറവ്, മാൽന്യൂട്രീഷൻസ് ബാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്. എങ്ങനെയാണ് 5 സെൻസിനെ ബാധിക്കുന്നത്? അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത് സെൻസിറ്റിവിറ്റിയെ? അല്ലെ, ഓരോ കാര്യങ്ങളെയും എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് അല്ല ലഭിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ എന്തിനെ ബാധിക്കുന്നുണ്ട്? ഓക്കെ, എന്താണ്? സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്, പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻസ് കുട്ടിയുടെ 5 സെൻസസിനെ ബാധിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കാം? നമ്മൾ പറഞ്ഞു അല്ലെ, ഒരേ സമയം കൂടുതൽ സമയം ഒരു സെയിം ഒബ്ജക്റ്റുമായിട്ട് ഇടപെടുന്ന ഒരു കുട്ടിക്ക് എന്തെല്ലാം കഴിവാണ് നേടിയെടുക്കുന്നത്?
ഒരു സപ്പോസ് ഒരു ബിൽഡിംഗ് ബ്ലോക്സുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ടോയ്സുമായിട്ടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ആ കുട്ടി പഠിച്ചെടുക്കും? ആരിഫ, എന്തെല്ലാം കാര്യങ്ങളായിരിക്കാം ഒരു കുട്ടി പഠിക്കുന്നത്? പറയൂ. ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, സപ്പോസ് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അവനത് കുറെ നേരം അതുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. ഫൈനലി അവൻ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചെടുക്കും? അതിന്റെ കളർ എന്താണെന്ന് പഠിക്കും അല്ലേ? സ്ലോലി അതിന്റെ കളർ പഠിച്ചെടുക്കും, അതിന്റെ ഷേപ്പ് പഠിക്കും അല്ലേ? അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്? കോൺസെൻട്രേഷൻ വേണം, വേണ്ടേ? ഓക്കെ, അവന്റെ ലേണിംഗ് കപ്പാസിറ്റി വേണം. ആ കളർ പഠിക്കണമെങ്കിൽ, ഷേപ്പ് പഠിക്കണമെങ്കിൽ ആ ലേണിംഗ് കപ്പാസിറ്റി വേണം, വേണ്ടേ? ആ കളർ, ആ ഷേപ്പ്, അതിന്റെ പേര് മെമ്മറൈസ് ചെയ്യാനുള്ള മെമ്മറി വേണം, വേണ്ടേ? കുട്ടികൾക്ക് മെമ്മറി വേണം, വേണ്ടേ? പോഷകാഹാരക്കുറവുള്ള കുട്ടികളിൽ ഇതെല്ലാം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ. വേറെ എങ്ങനെയൊക്കെ ആയിരിക്കാം ബാധിക്കുന്നത്? മെയിൻ ആയിട്ട് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 സെൻസുമായി ബന്ധപ്പെട്ട് മെയിൻ ആയിട്ട് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വെരി ഗുഡ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് പഠിച്ചെടുക്കുന്നുണ്ട് അല്ലേ? സെയിം ഒബ്ജക്റ്റുമായിട്ട് കൂടുതൽ ടൈം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കുട്ടി അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാമെന്നൊരു കപ്പാസിറ്റി, ഒരു കഴിവ് നേടിയെടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത്തരം ഒരു എൻവയോൺമെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ആ ഒരു സ്കില്ല് കുട്ടിക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയോ? ഇൻ ഫ്യൂച്ചർ അത് എങ്ങനെയാണ് കുട്ടി അഫക്ട് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യാം? ഒരു പ്രോബ്ലം വന്നാല് പകച്ചു നിൽക്കും കുട്ടികൾ. എന്ത് ചെയ്യണം എന്നറിയാതെ, എങ്ങനെ ചെയ്യണം എന്നറിയാതെ കുട്ടി എന്താണ്? പകച്ചു നിൽക്കും അല്ലെ? പിന്നെ എന്തൊക്കെയായിരിക്കാം? അവന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഇത്തരം കുട്ടികളിൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരിക്കാം? ഉത്സാഹക്കുറവുണ്ടാവും കുട്ടികളിൽ. എനർജി ലെവൽ കുറവായിരിക്കും അല്ലെ? ആക്റ്റീവ് അല്ലായിരിക്കും. ഇത്തരം കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കില്ല. വേറെന്തെങ്കിലും ഉണ്ടോ? കുട്ടികള് എന്തോ പറയൂ. ഹെൽത്ത് പ്രോബ്ലംസ് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ഒരു ആക്ടിവിറ്റിയിലും ന്യൂട്രീഷ്യസിന്റെ കുറവ്. ഓക്കെ, എപ്പോഴെന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ആ കുട്ടി അലട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ അത്? ഓക്കെ, സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്. ദെൻ സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്. ആ ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കുറവ് എങ്ങനെയായിരിക്കാം ഇതിനെ ബാധിക്കുന്നത്? കുട്ടികൾക്ക് ഒന്നിനോടും പരിചയം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഒബ്സർവേഷൻ സ്കില്ല്. ഒബ്സർവേഷൻ സ്കിൽ, വെരി ഗുഡ്. ഒബ്സർവേഷൻ സ്കിൽ എങ്ങനെയാണ്? കുറവായിരിക്കും കുട്ടികളിൽ. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടികളിൽ എന്താണ്? ഒബ്സർവേഷൻ സ്കില്ല് കുറവായിരിക്കും. ദെൻ ക്യൂരിയോസിറ്റി എങ്ങനെയായിരിക്കാം? ചെറിയ പ്രായത്തില് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്? ക്യൂരിയസ് മൈൻഡിലായിരിക്കും കുട്ടികൾ പഠിച്ചെടുക്കുന്നത് അല്ലെ? ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതാകുന്നുണ്ട്. റൈറ്റ്? ക്ലിയർ ആണോ? അപ്പൊ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, ക്യൂരിയോസിറ്റി എന്തായിരിക്കും? ആ ഒരു മൈൻഡ് തന്നെ ഇല്ലാതായി മാറിയേക്കാം. പിന്നെന്താണ്? കുട്ടികൾ പാസീവ് ആയിട്ട് മാറും അല്ലെ? എപ്പോഴും ഒബ്സർവർ ആയിരുന്നു, നല്ലൊരു ഒബ്സർവർ ആയിരുന്ന കുട്ടി പയ്യെ എന്തായി മാറും? പാസീവ് ആയിട്ട്, ഇനാക്റ്റീവ് ആയിട്ട് മാറുന്നതാണ്. ക്ലിയർ ആണോ? നമ്മൾ പറയാറുണ്ട്, ചെറിയ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെയാണ് വലിയ മാറ്റങ്ങൾ എന്താണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് അല്ലേ? ഇപ്പൊ 3rd പോയിന്റ് ക്ലിയർ ആണോ? ദെൻ കോർഡിനേഷൻ എങ്ങനെയെല്ലാം ആയിരിക്കാം ബാധിക്കുന്നത്? സെൻസിറ്റിവിറ്റി ടു കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് എങ്ങനെയെല്ലാം ബാധിക്കാം? എന്തായിരുന്നു കോർഡിനേഷനിൽ നമ്മൾ വാക്കിംഗ് ആയിരുന്നു മെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലേ? അപ്പൊ വാക്കിംഗ് പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ആ കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആകില്ല അല്ലേ? പ്രോപ്പർ ആയിട്ട് നടന്നാലാണ് എന്താണ്? ചാടാനും ഓടാനും കഴിയുന്നത് അല്ലേ? ഫസ്റ്റ് എന്ത് ചെയ്യണം? ആ കുട്ടി പ്രോപ്പർ ആയിട്ട് നടക്കാൻ പഠിക്കണം, ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. ആ ഒരു കഴിവില്ലാത്ത കുട്ടികളാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ചാടാനോ ഓടാനോ കഴിയോ?
ക്ലൈംബ് ചെയ്യാനായിട്ട് കഴിയോ? അവന്റെ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസിന്റെയും ഡെവലപ്മെന്റ് വളരെ സ്ലോവിലായിരിക്കും നടക്കുന്നത്. ഓക്കെ, പിന്നെന്തൊക്കെയായിരിക്കും? ബാലൻസിന്റെ കാര്യം പറഞ്ഞു. എജിലിറ്റി എന്താണ്? ടു മൂവ്, ചടുലത എന്ന് പറയും. എജിലിറ്റി എന്ന് പറഞ്ഞാൽ ചടുലത, പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനായിട്ട് കഴിയുന്ന കഴിവിനെയാണ്, ആ കപ്പാസിറ്റിയായ എബിലിറ്റിയെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്, ചടുലത എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ആയിട്ട് നടന്നാലാണ് ആ കുട്ടിക്ക് ക്ലൈംബ് ചെയ്യാനും ചാടാനും ഓടാനും കഴിയുന്നത്. അവന്റെ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അതിലുള്ള കുറവുകൾ അവന്റെ എന്താണ് ഇൻ ഫ്യൂച്ചറിൽ വളരെ ദോഷകരമായിട്ടായിരിക്കും ആ കുട്ടിയെ ബാധിക്കുന്നത് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, എജിലിറ്റി കുറവായിരിക്കും, ബാലൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്ക് കുറവായിരിക്കും. ഓക്കെ, ദെൻ ലാംഗ്വേജിനെ എങ്ങനെയെല്ലാം ആയിരിക്കാം ബാധിക്കുന്നത്? എന്താണ് പ്രോപ്പർ ആയിട്ട് എന്താണ് ഒരു ലാക്ക് അനുഭവപ്പെടുന്ന എന്താണ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അതെങ്ങനെയായിരിക്കാം കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നത്? അവര് സംസാരിക്കാനും നന്നായിട്ട് വൈകും. സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടിയായിട്ട് മാറും അല്ലെ. വേർഡ്സുകൾ പ്രോപ്പർ ആയിട്ട് എന്താണ് വേണ്ട സമയത്ത് വേർഡ്സുകൾ ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് എന്താണ് പറയാനായിട്ട് കഴിയില്ല. വേർഡ്സുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അല്ലെ. വൊക്കാബുലറി എന്ന് പറയുന്നത് വളരെ ലിമിറ്റ് ആയിരിക്കും. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇൻ ഫ്യൂച്ചറിൽ അത് എങ്ങനെ അഫക്ട് ചെയ്യും അവനെ? എങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുന്നത്? അവന് കോൺഫിഡൻസ് ഉണ്ടാകോ? അവൻ കോൺഫിഡന്റ് ആയിരിക്കോ? മാം ഒരു ഡൗട്ട് ചോദിച്ചില്ല. മാം ഈ ചില കുട്ടികൾക്ക് വിക്ക് പോലെ ഉണ്ടാവില്ലേ എന്തെങ്കിലും അത് ഇതുമായിട്ട് എന്തെങ്കിലും? അതൊരു എന്താണ് ജനറ്റിക്സ് പരമായിട്ട് ചിലവർക്ക് വരാം അല്ലേ. ഇതുമായിട്ട് ബന്ധമില്ല വിക്കിന്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് കുട്ടികൾക്ക് എന്താണ് വാക്കുകൾ പ്രോപ്പർ ആയിട്ട്. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ന്യൂക്ലിയർ ഫാമിലീസ് ആണെങ്കിൽ അത് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ കുട്ടികൾ എന്താണ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായില്ല അല്ലെ. അപ്പൊ അത്തരം കുട്ടികളെ സംസാരിക്കാനായിട്ട് ഡിലേ ആകുന്ന കുട്ടികളുണ്ട്. അതേസമയം ആ സെയിം കുട്ടികളെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നഴ്സറിയിൽ കൊണ്ടാക്കുകയാണെങ്കിൽ വിത്തിൻ 2 മന്തിനുള്ളിൽ എന്താണ് കുട്ടികൾ പ്രോപ്പർ ആയിട്ട് സംസാരിച്ചു തുടങ്ങും. ക്ലിയർ ആണോ ഭാവന? ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ആ ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടി എന്താണ് ലേണിങ്ങിന് അത് ബാധിക്കുന്നുണ്ട് അല്ലേ. കുട്ടിയുടെ ലേണിംഗ് കപ്പാസിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് അവന് കോൺഫിഡൻസ് കുറവായിരിക്കും. പിന്നെന്താണ് അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള വേർഡ്സുകൾ എന്തായിരിക്കും ലിമിറ്റ് ആയിരിക്കും അല്ലെ. മറ്റുള്ളവരുടെ മുൻപിൽ എന്താണ് എപ്പോഴും എന്താണ് അവനൊരു കുറവ് അത് ഫീൽ ചെയ്യിക്കും അല്ലേ. കോൺഫിഡൻസ് കുറവായിരിക്കും. അതേപോലെ തന്നെ സോഷ്യൽ ലൈഫിൽ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഇത്തരം ഒരു സാഹചര്യം സോഷ്യലി കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും സോഷ്യൽ ലൈഫിന് ഇത് ബാധിക്കുന്നത്? അവർക്ക് പേടിയായിരിക്കും മറ്റുള്ളവരോട് സംസാരിക്കാനും എന്താണ് അവൻ എപ്പോഴും എന്താണ് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അല്ലെ. ഇൻട്രോവേർട്ട് ആയിട്ട് എപ്പോഴും ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമുള്ള കുട്ടികളായിട്ട് മാറും അല്ലെ. ഒറ്റപ്പെടലായിരിക്കും കുട്ടികൾക്ക്, പേടിയുണ്ടായിരിക്കും. അതേപോലെ തന്നെ കോൺഫിഡൻസ് കുറവായിരിക്കും. വേറെന്തെങ്കിലും ഉണ്ടോ? ഒരു ആന്റി സോഷ്യൽ ആയിട്ട് മാറും. എന്താണ് കൂടുതൽ ആളുകളെ കാണുമ്പോൾ എന്താണ് ഒരു പേടി, ഭയം, എപ്പോഴും എന്താണ് വീടിനുള്ളിൽ തന്നെ അടച്ചിട്ടിരിക്കാൻ തോന്നുന്ന ആ മാനസികാവസ്ഥയിലേക്ക് ഒരു കുട്ടി മാറുന്നതാണ്. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് അബ്സോർബൻ മൈൻഡ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അബ്സോർബൻ മൈൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മെയിൻലി 2 സ്റ്റേജസ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡും വരുന്നുണ്ട്, അൺകോൺഷ്യസ് മൈൻഡും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇച്ചിരി പരിചയമുള്ള ഒരു ടോപ്പിക് ആണ് അബ്സോർബൻ മൈൻഡ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും എന്താണ് സ്റ്റോറി ടെല്ലിംഗ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം കേട്ടോ.
ഓക്കെ മാം. Okay, ma'am. ചെയ്തോട്ടെ. Okay, ma'am. Thank you, ma'am. Thank you, Good night, ma'am. താങ്ക് യു മാം. Bye. Thank you, ma'am.